വേവ് ഒപ്റ്റിക്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യനുകളുണ്ട്, അവിടെ തരാം. എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. Two waves each of amplitude A and frequency omega emanating from two coherent source of light superpose at a point. If the phase difference between two waves is 5, obtain an expression for the resultant intensity at that point. രണ്ട് വേവ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്, ഫ്രീക്വൻസി ഒമേഗയാണ്. രണ്ട് കോഹറന്റ് സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യുക, പുറത്തേക്ക് വരികയാണ്. അതിനെ മിക്സ് ചെയ്തു, സൂപ്പർപോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വിത്ത് ദ ഫേസ് ഡിഫറൻസ് ഓഫ് ടു വേവ്സ്, അതായത് ഒരു വേവിന്റെ ഫേസ് ഡിഫറൻസിൽ നിന്ന് ഒരു 5 വ്യത്യാസമാണ് അടുത്തതിന്റെ ഫേസ് ഡിഫറൻസിന്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ഇന്റൻസിറ്റി അറ്റ് അത് മിക്സ് ചെയ്യുന്ന പോയിന്റിലെ റിസൾട്ടിങ് ഇന്റൻസിറ്റി എന്താന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ, ശരിക്കും സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മുടെ നോട്ടിനകത്തും നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ച നോട്ടിനകത്തും കാണും. അതിന്റെ ഡെറിവേഷൻ ആണിത്. പക്ഷെ ഇവിടെ അത് തന്നെയാണ്. എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക, അല്ലെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞുതരാം, ഇവിടെ നോക്കിക്കോളൂ. അതായത് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് കോഹറന്റ് സോഴ്സിൽ നിന്ന് രണ്ട് വേവ്സ് ഉണ്ടാവുകയാണ്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എ, ഫ്രീക്വൻസി ഒമേഗയാണ്. പക്ഷെ അവിടെ ഫേസ് ഡിഫറൻസ് വ്യത്യാസമുണ്ട്. അതായത് 5യുടെ ഫേസ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ വേവിനെ y1 ആയിട്ട് എടുക്കാം, അത് a cos ഒമേഗ ടി എന്ന് എടുക്കാം. രണ്ടാമത്തെ വേവ് y2 ആയിട്ട് എടുക്കാം, അതിനെ a cos, അതായത് ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, ഫ്രീക്വൻസി സെയിം ആണ്, എല്ലാം സെയിം ആണ്, പക്ഷെ ഫേസ് മാത്രം ഡിഫറെന്റ് ആണ്. ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് y ഈസ് ഈക്വൽ ടു y1 പ്ലസ് y2. അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു y1 എന്ന് പറയുമ്പോൾ a cos ഒമേഗ ടി കൊടുക്കാം, പ്ലസ് a cos ഒമേഗ ടി പ്ലസ് 5 എന്ന് കൊടുക്കാം. a cos ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് a കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി cos ഒമേഗ ടി പ്ലസ് cos ഒമേഗ ടി പ്ലസ് 5 എന്ന് എടുക്കാം, അല്ലേ? നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി മാത്സ് പഠിച്ചവർക്കൊക്കെ ഒരു ഇത് സൈൻ എ പ്ലസ് സൈൻ ബി പോലെ തന്നെ കോസ് സി പ്ലസ് കോസ് ഡി എന്ന് പറയുന്ന ഒരു റിലേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. അത് പഠിച്ചിട്ടില്ലാത്തവര് ഇത് ഓർക്കുക. കോസ് സി പ്ലസ് കോസ് ഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 cos c plus d divided by 2 into cos c minus d divided by 2 എന്നായിരിക്കും. ഓക്കെ, ഇത് ഈ ഫോമിലാണ് കിടക്കുന്നത്. കാരണം cos c plus cos d എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ c കിടക്കുന്നിടത്ത് ഒമേഗ, d കിടക്കുന്നിടത്ത് എന്താണ്, d കിടക്കുന്നിടത്ത് ഒമേഗ,
സി കിടക്കുന്നത് ഒമേഗ ടി, ഡി കിടക്കുന്നത് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നാണ്. അപ്പൊ അതിനെ അതേപോലെ തന്നെ സോൾവ് ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ സി അതായത് എ ഇൻറ്റു വേണമെങ്കിൽ ബ്രാക്കറ്റിനകത്ത് തന്നെ ചെയ്യാം, 2 കോസ് സി എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്, പ്ലസ് ഡി എന്ന് പറയുന്നത് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്, ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് ഒമേഗ ടി. ഓൾറെഡി മൈനസ് ഉള്ളതുകൊണ്ട് അടുത്ത രണ്ട് ടേം ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ട് വേണം എഴുതാൻ. ഞാൻ പക്ഷേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് -5 എന്നങ്ങ് എഴുതുകയാണ്. അതെങ്ങനെ വന്നെന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം. നമ്മൾ ബ്രാക്കറ്റ് ഇടുന്ന സമയത്ത് രണ്ട് ടേം ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്ലസ് ആണ് അല്ലേ, പക്ഷേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് മൈനസ് ആയിട്ട് മാറും. അത് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഇതിൽ വരുന്ന സമയത്ത് എ ഇൻറ്റു ഇവിടെ ഇങ്ങനെ വരുന്നു 2 കോസ് ഒമേഗ ടി 2 കോസ് 2 ഒമേഗ ടി 2 കോസ് ഒമേഗ ടി പ്ലസ് ഒമേഗ ടി 2 ഒമേഗ ടി അല്ലേ, 2 ഒമേഗ ടി ഡിവൈഡ് ബൈ 2 സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നു, പ്ലസ് എന്താണ് 5/2 ഇൻറ്റു ഇവിടെ ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കോസ് ഓഫ് എന്താണ് -5/2 ആണ്. ഓക്കെ, ഇവിടെ ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ ഇവിടെ എ ഇൻറ്റു 2 കോസ് ഒമേഗ ടി പ്ലസ് 5/2 എഴുതാം. ഓക്കെ, ഇൻറ്റു ഒരു ഇത് പഠിച്ചോ നമ്മൾ, സൈൻ ഓഫ് നെഗറ്റീവ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത പോലെ തന്നെ കോസ് ഓഫ് നെഗറ്റീവ് തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും വെറും കോസ് തീറ്റ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കോസ് ഓഫ് നെഗറ്റീവ് തീറ്റ, ഇവിടെ നെഗറ്റീവ് തീറ്റ എന്ന് പറയുന്ന ഫോമിലല്ലേ കിടക്കുന്നത്, അപ്പൊ നമുക്ക് അവനെ വെറും കോസ് 5/2 ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവനെ ഇവനെ ബ്രാക്കറ്റ് ഒക്കെ മാറ്റിയിട്ട് ഞാൻ അവനെ ഇങ്ങനെ എഴുതാൻ പോവാണ്, 2a കോസ് ഒമേഗ ടി പ്ലസ് 5/2 ഇൻറ്റു കോസ് 5/2. നമുക്ക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ റിസൾട്ടന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ളത് 2a കോസ് 5/2 എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ് പഠിച്ചിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഇത് ഓർത്തു വെക്കണം, നമ്മൾ അങ്ങനെ പഠിച്ചതാണ്. ആംപ്ലിറ്റ്യൂഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ വൈനെ നമുക്ക് ഇവിടെ 2a ഉണ്ട്, കോസ് 5/2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് പകരം നമുക്ക് a കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഇത് a കോസ് ഒമേഗ ടി പ്ലസ് എന്തായിട്ട് മാറി 5/2 ആയിട്ട് മാറി. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനിയും നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യം, i ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ എന്താക്കാം, i ഈസ് ഈക്വൽ ടു ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി i ഈസ് ഈക്വൽ ടു KA സ്ക്വയർ എന്നാക്കാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ചാലോ. എ സ്ക്വയർ, കാരണം എ സ്ക്വയർ കണ്ടുപിടിക്കും. ഓക്കെ, ഞാൻ ഇവിടുന്ന് എ സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കണം, കാരണം എ സ്ക്വയർ കണ്ടുപിടിച്ചാലേ അത് ഇവിടെ ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളേ. അപ്പം ഞാൻ ഇവിടെ നിന്ന് എ സ്ക്വയർ ഇതിനെ ഇങ്ങോട്ട് ഈ സൈഡിൽ എ സ്ക്വയർ എടുത്തൊന്ന് എഴുതുകയാണ്. ഇത് നോക്കിയോ, ഇത് നമ്മൾ എന്താ ചോദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല ഇവിടെ തൊട്ടൊക്കെ പറയാം, ആദ്യം തൊട്ട് നമുക്ക് പറഞ്ഞുതരാം, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ മിസ്സായ ഒരു സാധനം എന്ന് പറയുമ്പോൾ ഇവിടെ എ സ്ക്വയർ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ വരുന്നത്, നമ്മളിവിടെ എ എടുത്തിട്ടുള്ളൂ. എ സ്ക്വയർ എടുക്കുമ്പോൾ അത് എന്താണ് 2a സ്ക്വയർ എന്തെന്ന് എഴുതാം, കോസ് സ്ക്വയർ 5/2 എന്ന് എഴുതാം. അതിനെ നമുക്ക് 4a സ്ക്വയർ കോസ് സ്ക്വയർ 5/2 എന്നാക്കാം. എന്നിട്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, താഴെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ i ഈസ് ഈക്വൽ ടു k ഇൻറ്റു 4a സ്ക്വയർ കോസ് സ്ക്വയർ 5/2 വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഐനോട്ടിന്റെ വാല്യൂ, അതും നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെക്കണം. ഐനോട്ടിന്റെ വാല്യൂ KA സ്ക്വയർ ആണ്. അപ്പൊ അത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ i ഈസ് ഈക്വൽ ടു നമുക്ക് എന്താന്ന് എഴുതാം, i ഈസ് ഈക്വൽ ടു 4i0, കാരണം k ഇൻറ്റു എ സ്ക്വയർ i0 എന്ന് കൊടുക്കുകയാണ്, 4i0 കോസ് സ്ക്വയർ 5/2. ഇതൊക്കെ നമ്മൾ അവിടെ നമ്മുടെ ആ ബുക്കിനകത്ത് പഠിച്ചതാണ്. അപ്പൊ ഇന്റൻസിറ്റി ഇതാണ്. അപ്പൊ ഇതായിരിക്കും അതിന്റെ മാക്സിമം ഇന്റൻസിറ്റി. ആ പോയിന്റിലെ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ഇതായിരിക്കും ആൻസർ. ചെറുതാക്കാൻ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോ, നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോ, ചെറുതാക്കി തരാം.
ഇതാക്കാമേ. ഓക്കെ, ഇനി നോക്കി എഴുതിക്കോളൂ. ഞാൻ ഇത്രയും ഇങ്ങനെ ചെറുതാക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നൊന്ന് പറയണേ. ആരോടെ കാണാവോടാ ഇങ്ങനെ ചെറുതാക്കിയ എല്ലാം ഒറ്റയടിക്ക്? ഇല്ല സാറേ, ഒത്തിരി ചെറുതായി പോയി. ഒത്തിരി ചെറുതായി പോയി. സാറേ, ഇതിന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടാം. ആ, ഇടാം ഇടാം ഇടാം. ഓക്കെ, ഇനിയും എഴുതിയെടുത്തു. ഏകദേശം കാണാൻ തോന്നുന്നു. ഇവിടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വെച്ചാൽ രണ്ട് വേവിനെ ഒരു വേവിനെ എ കോസ് ഒമേഗ ടി എന്നും ഒരു വേവിനെ എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് റെപ്രസെന്റ് ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യുന്നു. അതിനൊരു റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിനെ ഇന്റൻസിറ്റിയുടെ ടേബിളിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ആ വേവ് രണ്ട് വേവ് മിക്സ് ചെയ്ത പോയിന്റിലെ മാക്സിമം ഇന്റൻസിറ്റി എത്രയാണ് എന്നുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ആണ് നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഇതേപോലെ തന്നെ ചെയ്യണം. 4 മാർക്കിന്റെ ചോദ്യമാണ് ഇത്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മുടെ നോട്ടിനകത്ത് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു അത് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് ആണ് എന്ന് മനസ്സിലാകാത്ത രീതിയിൽ ആയിരിക്കും എന്ത് വരുന്നത്, ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കണം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗ്രൂപ്പിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ആൻസർ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം കേട്ടോ. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്.
in അടുത്ത question in Young's double slit experiment find the in Young's double slit experiment, find the ratio of intensities at 2 points on a screen when waves emanating from two slits reaching these points have path difference ഒന്ന് ലാംഡ ബൈ 6 ആണ്, രണ്ട് ലാംഡ ബൈ 12 ആണ്. ട്രൈ ചെയ്യണേ. ഓക്കെ, ഇത് കുഞ്ഞുങ്ങളെ ഇത് നോക്കിയാൽ ഞാൻ പറഞ്ഞു തരാം. ഇത് കിട്ടിയ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? അഭിരാം, അഭിരാമിനെ അറിയാമോ? അഭിരാമിയെ കേൾക്കാമോ? ചെയ്തോണ്ടിരിക്കുവാണോ? ഓക്കെ, ബാക്കി ആർക്കെങ്കിലും കിട്ടിയവര്? അനന്യ കിട്ടിയോ? അനന്യ മധു? അനീറ്റ? 3:2+3. ഏതാ? 3:2+3. 3:2+3 +2. 3:3+2.
√3 + 2 ആണോ? ഉറപ്പാണോ? നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്, സമയം കളയുന്നില്ല. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ ഉള്ളത് നോക്കി വെക്കണം. നമ്മള് ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്നറിയോ, ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിനകത്ത് 2 പോയിന്റിലുള്ള ഇന്റൻസിറ്റിയുടെ റേഷ്യോസ് കണ്ടുപിടിക്കണം. ഓക്കെ, അത് 2 സ്ലിറ്റിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് തന്നിട്ടുണ്ട്. അതായത് ഒന്ന് λ/6 ഒന്ന് λ/2 ആണ്. അപ്പം λ/6 പാത്ത് ഡിഫറൻസിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇന്റൻസിറ്റിയുടെയും λ/2 പാത്ത് ഡിഫറൻസിൽ ഉണ്ടാകുന്ന വേവിന്റെ ഇന്റൻസിറ്റിയുടെയും റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ട്, I ഈസ് ഈക്വൽ ടു എന്താ, നമ്മൾ ഈ തൊട്ടു മുമ്പേ എന്താ 4I0, ഇനി തൊട്ടു മുമ്പേ പഠിച്ച 4I0 cos square 5/2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഫൈയുടെ ടേമിലല്ല തന്നിരിക്കുന്നത്, പകരം പാത്ത് ഡിഫറൻസ് എക്സിന്റെ ടേമിലാണ് പറയുന്നത്. നമ്മൾ ഇന്നലെ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നല്ലോ, അതായത് ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത്, ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സ് ആയിരിക്കും. പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും ഉള്ള ബന്ധമാണ്. അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് ഡെൽറ്റ ഫൈ 1 എന്ന് പറഞ്ഞെടുക്കാം. അത് 2π/λ ഇൻറ്റു എന്താ ഡെൽറ്റ എക്സിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം, ഡെൽറ്റ x1 നമുക്ക് λ/6 എന്ന് കൊടുക്കാം. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി, 3 വന്നു. അപ്പൊ ഡെൽറ്റ ഫൈ 1 എന്ന് പറയുന്നത് നമുക്ക് 5/3 വന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതേപോലെ തന്നെ അടുത്തത് ഡെൽറ്റ ഫൈ 2 കണ്ടുപിടിക്കണം. ഡെൽറ്റ ഫൈ 2 കണ്ടുപിടിക്കാൻ രണ്ടാമത്തേത് 2π/λ ഇൻറ്റു π/12 ചെയ്യാം. λ കട്ട് 2 കട്ട്, അത് π/6 വന്നു. ഡെൽറ്റ ഫൈ 2 ഈസ് ഈക്വൽ ടു π/6 വന്നു. ഇത് രണ്ടും നമുക്ക് I1/I2 ആണ് കണ്ടുപിടിക്കേണ്ടത്. I1ന്റെ റേഷ്യോ നമുക്കറിയാം 4I0 cos square 5/1 ആണ്. ഡെൽറ്റ ഫൈ 1 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ കേസിൽ π/3 ആണ്. π/3 ഡിവൈഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ 4I0 cos square 5/6/2 എന്ന് വന്നു. ഓക്കെ, ഇനി ഈ 4I0 കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ I1/I2 ഈക്വൽ ടു cos square 5/6 വന്നു, ഡിവൈഡ് ബൈ ഇവിടെ cos square 5/12 എന്ന് വന്നു. പലരും ചെയ്തപ്പോൾ, ചിലപ്പോൾ ചിലർ ചെയ്യുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും സ്റ്റോപ്പായി കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് എന്താണെന്നറിയാമോ? കാരണം 5/6, പൈ എന്ന് ഉദ്ദേശിക്കുന്നത് 180 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 30. അപ്പൊ cos 30 √3/2 ആണ്. നമുക്കവിടെ പക്കയായിട്ട് ആൻസർ കിട്ടും. പക്ഷേ π/12 എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ്? 180 ഡിവൈഡ് ബൈ 12. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അപ്പൊ നമുക്ക് അതിന്റെ ട്രിഗ്നോമെട്രിക് വാല്യൂ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ വേറൊരു കാര്യം ചെയ്തത്, ഇത് ചെയ്തത് അനീറ്റ ചെയ്തില്ല. അനീറ്റ എങ്ങനെ π/12ന്റെ വാല്യൂ കണ്ടുപിടിച്ചത്? ഞാൻ ചെയ്തത് പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു λ/2π എന്നാണ് ചെയ്തത്. പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു λ/2π എന്നിട്ട് ഇൻറ്റു പൈ, അവിടുന്ന് പൈ കണ്ടുപിടിച്ചു. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ എന്ത് വന്നു? എനിക്ക് π/6 എന്ന് കിട്ടി. ഓക്കെ, പൈ കട്ട് ചെയ്തു. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, ശരി. എനിക്ക് അത് ചെയ്തത് ഒന്ന് അയക്കണേ. അത് എങ്ങനെ എനിക്ക് അയച്ചു, ക്ലാസ് കഴിഞ്ഞ് അയച്ചാൽ മതി. ഇവിടെ നോക്കിക്കോളൂ. ഈ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സംഭവം, കോസ്
ടു തീറ്റ, അല്ലെങ്കിൽ മാത്സ് പഠിക്കാത്തവർ പഠിക്കേണ്ടതാണ്. കോസ് ടു തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ലോജിക്കൽ കൺസെപ്റ്റ് ഇതാണ് കേട്ടോ. ടു കോസ് ടു തീറ്റ ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. ഇങ്ങനെ ഒരു ഐഡന്റിറ്റി കോസ് ടു തീറ്റയ്ക്ക് ഉണ്ട്. അതിൽ നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി കോസ് ടു തീറ്റ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ എന്ന് വന്നു. അവിടെ ഒന്ന് കോസ് ടു തീറ്റ പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ എന്ന് വന്നു. ഓക്കെ, ഇവിടെ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം നമുക്ക് കോസ് സ്ക്വയർ പൈ ബൈ 12 അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവിടെ കോസ് സ്ക്വയർ പൈ ബൈ 12ന്റെ ആൻസർ നമുക്ക് ഇവിടെ നോക്കിയേ, കോസ് 2 ഇൻറ്റു പൈ ബൈ 12 പ്ലസ് 1 ഡിവൈഡ് ബൈ 2. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര? 6 വരുന്നു. ഓക്കെ, അപ്പം അത് 6 വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കോസ് 30 തന്നെ വരുന്നു. അപ്പൊ കോസ് 30 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് വരുന്നു. കോസ് 30 √3/2 ആണ്. √3/2 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ എൽസിഎം എടുക്കുമ്പോൾ √3 പ്ലസ് 2 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് √3 പ്ലസ് 2 ഡിവൈഡ് ബൈ 4 എന്ന് വരുന്നു. അപ്പൊ നമുക്ക് ഓൾറെഡി കോസ് സ്ക്വയർ 5/12ന്റെ വാല്യൂ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടി. ഇനി മുകളിൽ ഇതുകൊണ്ട് അവിടെ കൊടുത്താൽ മാത്രം മതി. ഇതുകൊണ്ട് അവിടെ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നോക്കിക്കോളൂ, കോസ് സ്ക്വയർ 5/2 എന്ന് പറയുമ്പോഴത്തേക്കും ശരി 5/6 എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ 30 ഡിവൈഡ് ബൈ ഇതിന്റെ വാല്യൂ നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാ? √3 പ്ലസ് 2 ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കോസ് സ്ക്വയർ 30 എന്ന് പറയുമ്പോൾ √3/2 ആണ്. അതിന്റെ സ്ക്വയർ എടുക്കണം. ഡിവൈഡ് ബൈ √3 പ്ലസ് 2 ഡിവൈഡ് ബൈ 4. അത് √3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ഡിവൈഡ് ബൈ 4 ഹോൾ ഡിവൈഡ് ബൈ √3 പ്ലസ് 2 ഡിവൈഡ് ബൈ 4. ഇത് രണ്ടും കട്ട് ചെയ്ത് കളയുന്നു. അങ്ങനെയാണെങ്കിൽ 3/√3 പ്ലസ് 2 വരുന്നു. അങ്ങനെയാണെങ്കിൽ I1/I2 ആണ് ഇപ്പൊ കിട്ടിയത്. അപ്പൊ I1 ഈസ് ടു I2 എന്ന് പറയുന്നത് 3 പ്ലസ് √3 പ്ലസ് 3 ഈസ് ടു √3 പ്ലസ് 2. 3 ഈസ് ടു ചെറുതാക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന സാധനങ്ങളൊന്നും അല്ല. അതുകൊണ്ട് എല്ലാവരുടെയും കാര്യമാണ് പറഞ്ഞിട്ടോ. എല്ലാവർക്കും ഒരുമിച്ച് ഒരുപോലെ അല്ലല്ലോ. ചിലർ ചെയ്യും, ചിലർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മോസ്റ്റ്ലി എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. അതിന്റെ ന്യൂമറിക്കൽ ഡൗട്ട് ഉള്ളത് ചോദിക്കണം. ആരോൺ ഓക്കെ ആണോ? ആരോൺ, ആദിത്യ, അർജുൻ കീർത്തന, ശ്വേത, 2 അലോണമാര്, ബാക്കിയുള്ളവരെല്ലാം ഓക്കെ ആണല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അടുത്തൊരു ക്വസ്റ്റ്യൻ തരുവാണ്. ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ തുടക്കുന്നില്ല. താഴോട്ട് എഴുതാനുള്ളവർ പറയണം. In Young's double slit experiment.
the slits are separated. Slits are separated by 0.30 millimeter, and the screen is kept 1.5 meter away. The wavelength of light used is 600 nanometer. Calculate the distance between the central bright fringe and the fourth dark fringe. Central bright fringe and the fourth dark fringe. കണ്ടുപിടിക്കുക. ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ചെയ്ത് നോക്ക്. 2 മിനിറ്റ് തരാം. ഇത് നിങ്ങൾ നോക്കിയോ പറഞ്ഞു തരാം. അതായത് ഇത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ നമ്മൾ ഇന്നലെയൊക്കെ ബ്രൈറ്റ് ബാൻഡ്, അതായത് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡും ഫോർത്ത് ബ്രൈറ്റ് ബാൻഡും അല്ലെ ഫിഫ്ത്ത് ബ്രൈറ്റ് ബാൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച പോലെ തന്നെ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചും ഫോർത്ത് ഡാർക്ക് ഫ്രിഞ്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് n ലാംഡ d ഡിവൈഡ് ബൈ d ആയിരുന്നു. ഇത് n ഉള്ളിടത്ത് 2n - 1 2n + 1 ചേർത്താൽ മതി. ഇപ്പൊ നമുക്ക് 2n - 1 ചേർക്കാം. ജനറലി 2n - 1 ചേർത്താൽ മതി.
അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സാധനം ഒന്ന് എടുത്തെഴുതണം. തന്നിരിക്കുന്ന സാധനം എടുത്തെഴുതാൻ വേണ്ടി സ്ക്രീനിന്റെ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി എന്ന് തന്നിരിക്കുന്നത് 1.5 മീറ്റർ ആണ്. സ്മോൾ ഡി തന്നിരിക്കുന്നത് 0.3 മില്ലിമീറ്റർ ആണ്. അതിനെ നമുക്ക് 0.3 × 10⁻³ മീറ്റർ എന്നാക്കാം. ലാംഡേനെ നമുക്ക് 600 നാനോമീറ്റർ ആണ്. അതിനെ നമുക്ക് 600 × 10⁻⁹ മീറ്റർ എന്നാക്കാം. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. x4 ആണ് കണ്ടുപിടിക്കേണ്ടത്. x4 കണ്ടുപിടിക്കാൻ വേണ്ടി 2n-1 × ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ 2d എന്ന് വരും കേട്ടോ. 2d എന്ന് വരും. അപ്പം മറ്റേത് എന്താണ് n ലാംഡ ഡി ഡിവൈഡ് ബൈ ഡി. ഇത് ഈക്വൽ ടു നമുക്ക് n4 കൊടുക്കാം അല്ലേ. അപ്പം ഇത് xn ന്റെ ആണ്. അപ്പൊ x4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 2 × 4 - 1 × ലാംഡ എന്ന് പറയുന്നത് 600 × 10⁻⁹ ഇൻറ്റു ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് 1.5 ഹോൾ ഡിവൈഡഡ് ബൈ 2 × 0.3. അങ്ങനെയാണെങ്കിൽ 8 - 1 × 600 × 10⁻⁹ ഇൻറ്റു 1.5 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 0.6. അതായത് 9 × 600 × 10⁻⁹ -19 ഇല്ല കേട്ടോ, -9 × 1.5 ഡിവൈഡഡ് ബൈ 0.6. ഇത് സോൾവ് ചെയ്ത് വരണം. സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് 9×54 കാൽക്കുലേറ്ററിൽ അങ്ങ് ചെയ്യുവാണ്. ഓ ഇവിടെ 7 അല്ലേ, 8 - 1 7 അല്ലേ, ഞാൻ പ്ലസ് ആ ചെയ്തത്. ഓക്കെ, അപ്പം ഇനി ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ വരുന്നത് 10.5 മില്ലിമീറ്റർ ആണ് കേട്ടോ. അത് കിട്ടുന്നുണ്ടോ നമുക്ക് കിട്ടും. ഞാൻ 9 ഇട്ട് ചെയ്തതാണ്, അത് തെറ്റിപ്പോയത്. ഓക്കെ, അപ്പം 10.5 മില്ലിമീറ്റർ ഇതാണ് ആൻസർ. സാറേ ഇച്ചിരി ചെറുതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാണ്. കഴിഞ്ഞവർ എഴുതിക്കോളൂ. ഒരു MCQ ആണ്. എ വേവ് ഫ്രണ്ട് അല്ലെങ്കിൽ പ്ലെയിൻ വേവ് ഫ്രണ്ട് is incident on a concave mirror
of radius of curvature, radius of curvature r. The radius of refractive wavefront will be dash. MCQ ആണ്, ഓപ്ഷൻ ഞാൻ തരുന്നില്ല, കണ്ടുപിടിക്കാം. ഇത് ഐഡിയ ഞാൻ പറഞ്ഞു തരാം. ഒരു കോൺകേവ് മിറർ ആണെന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പൊ ഒരു കോൺകേവ് മിറർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഒരു കോൺകേവ് മിറർ ആണ്. ഓക്കെ, അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. അതിന്റെ ഫോക്കസ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നു, ഫോക്കൽ പോയിന്റ്. അതേപോലെ തന്നെ അതിന്റെ ഇരട്ടി ആയിരിക്കുമല്ലോ അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആർ, അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആറാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു വേവ് ഫ്രണ്ട് ഇങ്ങോട്ട്, ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇങ്ങോട്ടേക്ക് പോവാണ്. പ്ലെയിൻ വേവ് ഫ്രണ്ട് വരുമ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് തന്നെ ഇങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. ഞാൻ പ്ലെയിൻ വേവ് ഫ്രണ്ടിന്റെ അപ്പം ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ഞാൻ ഇങ്ങനെ വരച്ച് കാണിക്കാം. ഇങ്ങനെ വരുന്നു, ഇതേ വന്ന് വീഴുന്നു. വീഴുമ്പോഴേ ആ പ്ലെയിൻ വേവ് ഫ്രണ്ട് വളഞ്ഞ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പൊ അതിന്റെ അറ്റത്തെ രണ്ട് റേയും കൂടെ ഞാൻ ചേർത്ത് വരയ്ക്കാം. നോക്കിക്കോളൂ. ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടിന്റെ ഇങ്ങേ അറ്റത്തെ ഒരു ലൈറ്റ് റേ ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങേ അറ്റത്തെ ഒരു ലൈറ്റ് റേ ഇങ്ങനെ വരയ്ക്കുന്നു. നമ്മൾ അങ്ങനെയാണല്ലോ എല്ലാം പ്രൂവ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിച്ചത്. ഉറപ്പായിട്ടും ഈ ലൈറ്റ് റേ ഇവിടെ ഒരു ഫോക്കസിലായിരിക്കുമല്ലോ വരുന്നത്. അതിനർത്ഥം ഈ വരുന്ന വേവ് ഫ്രണ്ട് ഇങ്ങനെയായിട്ട് ഇവിടെ ഈ വേവ് ഫ്രണ്ട് ഇച്ചിരി കുഞ്ഞൂരം പോലെ ഇങ്ങനെയാവും. അപ്പം ഇവിടുത്തെ എന്താ, ഇതിന്റെ ഈ മിററിന്റെ കർവേച്ചർ എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ ഇവന്റെ കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് ഇവന്റെ കർവേച്ചർ, കാരണം ഇവൻ ഇവിടെ വരുമ്പോഴത്തേക്കും അതൊന്ന് 0 ആയി പോവാ, കാരണം അവനങ്ങ് വളരെ കുഞ്ഞായി പോവാ അല്ലേ. അപ്പം അതായത് ഈ വേവ് ഫ്രണ്ട് ഇത്രയും വലുതുണ്ടെങ്കിലും, കാരണം ഇൻഫിനിറ്റിന്ന് വരുന്നതാണ്. അപ്പൊ ഫോക്കസ് വരുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഒരു എന്താണ്, പോയിന്റ് സൈസ്ഡ് എന്നാ പറയുന്നത് അല്ലെ, പോയിന്റ് സൈസ്ഡ് ഇമേജ് എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ ഇതിനെ ഇങ്ങനെ വട്ടമായിട്ട് നിങ്ങൾ വരച്ചു വയ്ക്കും. ഇതിനെ വട്ടമായിട്ട് വരയ്ക്കുവാണെങ്കിൽ കണ്ടോ, ഇതിനെ വട്ടമായിട്ട് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ കണ്ടോ, ഇതായിരിക്കും അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ, ഇതിന്റെ. അപ്പൊ അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പകുതി മറ്റേതിന്റെ പകുതി ആയിരിക്കും, അതായത് r/2 ആയിരിക്കും. ഒന്നുകൂടെ കൺസെപ്റ്റ് പറഞ്ഞുതരാം, പറയാൻ ഇവിടെ ശ്രദ്ധിച്ചോളൂ. നമ്മള് ഒരു വേവ് ഫ്രണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് വന്ന് വീണു. അപ്പൊ ഈ വേവ് ഫ്രണ്ട് ഒരിക്കലും ഇങ്ങനെ വന്ന് ഇവിടെ അല്ല വന്നിട്ട് അത് എന്തായിട്ട് മാറുന്നത്, അതായത് ഇമേജ് ഫോം ചെയ്യുന്നത് അവിടെയല്ല, പകരം ഫോക്കസിലാണ് ഫോം ചെയ്യുന്നത്. അപ്പം അതെന്ത് ചെയ്യും, നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വന്ന് അടുത്തത് ഇങ്ങനെ വന്ന്, സോറി ചെറുതാവുകയാണെ, ഇവിടെ നിന്ന് ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റേ വരുന്നു, ഇങ്ങനെ ഒരു റേ വരുന്നു. അതിന്റെ അറ്റത്തെ രണ്ട് റേ മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പൊ അതിനർത്ഥം ഈ വേവ് ഫ്രണ്ട് ഇതിനിടയിൽ ഇങ്ങനെ വരുന്നു, അടുത്ത ഇങ്ങനെ വരുന്നു, അടുത്ത് ഇങ്ങനെ വന്ന് ഇവിടെ 0 ആവും. അതർത്ഥം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഇത് വരയ്ക്കുവാണെങ്കിൽ കണ്ടോ, ഒരു വട്ടം വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം ഈ വേവ് ഫ്രണ്ടിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ആദ്യത്തെ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ് അല്ലെ, അതായത് ഫോക്കൽ ലെങ്ത് ആണ്. അപ്പം നമുക്ക് എന്താണ് അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ആൻസർ എന്താ, r/2. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. In Young's double slit experiment
the screen is moved away from the plane of the slit. What will be its effect? What will be its effect on the following? ഒന്നാമത്തേത് angular momentum. Angular separation of the fringe. രണ്ടാമത്തേത് fringe width. ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് both 1 and 2, ഇത് 1 and 2, both 1 and 2 remains constant. പിന്നെ 1 remains constant, 2 decreases, 1 remains constant, 2 increases, both 1 and 2 increases. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ്. അത് ഓപ്ഷൻസ് തരുന്നില്ല, എല്ലാ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് പറയാൻ സിമ്പിൾ ആണ്. കാരണം ആംഗുലാർ സെപ്പറേഷന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് θ is equal to lambda divided by small d ആണ്, അല്ലേ? അപ്പൊ അവിടെ n lambda divided by small d ആണ് നമ്മൾ എടുക്കുന്നത്. n എടുക്കുന്നില്ല, അത് അവിടെ കിടക്കട്ടെ. lambda divided by d. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ അതായത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റില് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് d. ഈ d കൂടിയാൽ നമ്മുടെ ആംഗുലാർ സെപ്പറേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ചോദ്യം. എന്തായാലും ഈ ആംഗുലാർ സെപ്പറേഷന്റെ ഇക്വേഷനകത്ത് ഈ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ടേമേ ഇല്ല. അപ്പം അവിടെ എന്താ, അത് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പം ഇത് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്, അല്ലേ? ഓക്കെ. ഇനിയും അടുത്തത് ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷനകത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു ഡി ലാംഡ ഡിവൈഡഡ് ബൈ എന്താ, ഡി. ഇവിടെ ഡി ഉണ്ട്, ഇവിടെ ഡി കൂടിയാൽ എന്ത് ചെയ്യും, ഫ്രിഞ്ച് വിഡ്ത്ത് കൂടും, അല്ലേ? അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താ, 1 റിമെയിൻസ് കോൺസ്റ്റന്റ്, 2 ഇൻക്രീസസ് എന്ന് പറയുന്ന അതിന്റെ ഒരു ഓപ്ഷൻ ആണ്. അത് ശരി. അപ്പൊ ഇത് ഇൻക്രീസ് ചെയ്യുക, ഫ്രിഞ്ച് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാണ്. അതേപോലെ തന്നെ മറ്റേ ആംഗുലാർ സെപ്പറേഷൻ എന്ന് പറയുന്നത് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അത് അതിന്റെ ഇത് പറയുന്ന റിലേഷൻ ഇതിന് രണ്ടെണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. In an interference experiment,
third bright band is obtained at a point on the screen with a light of 700 nanometer. What should be the wavelength of the light source in order to obtain the fifth fringe at the same point. Question കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. പറഞ്ഞു തരാം കേട്ടോ, കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ അർത്ഥം വേണമെങ്കിൽ പറഞ്ഞു തരാവുന്ന, അതായത് ഒരു ഇന്റർഫറൻസ് എക്സ്പെരിമെന്റിനകത്ത് മൂന്നാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ച് ഒരു പോയിന്റിൽ ഒബ്റ്റൈൻ ചെയ്തു. അതിന്റെ എന്താണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് 700 നാനോമീറ്റർ ആണ്. വാട്ട് ഷുഡ് ബി ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് സോഴ്സ് ഇൻ ഓർഡർ ടു ഒബ്റ്റൈൻ ഫിഫ്ത്ത് ഫ്രിഞ്ച് അറ്റ് ദാറ്റ് സെയിം പോയിന്റ്. അതായത് ഇതിന്റെ മൂന്നാമത്തെ ബ്രൈറ്റ് ബാൻഡ് ഉണ്ടായെടുത്ത് വേറൊരു വേവ് ലെങ്ത് ഉള്ള ലൈറ്റിന്റെ അഞ്ചാമത്തെ ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാകണമെങ്കിൽ ആ ലൈറ്റ് വേവിന്റെ വേവ് ലെങ്ത് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നുമില്ല, ഇങ്ങനെ എഴുതിയാൽ മതി. ഏതാണെന്നറിയോ, നമ്മള് ഇന്നലെ പറഞ്ഞില്ലേ, ഒരു പെർട്ടിക്കുലർ വേവിന്റെ എക്സ് എൻ എന്ന് പറയുന്നത് മറ്റേ പെർട്ടിക്കുലർ വേവിന്റെ എക്സ് എമ്മുമായിട്ട് നമ്മൾ എടുത്ത് ഇന്നലെ ചെയ്തായിരുന്നല്ലോ. അത് എടുത്താൽ മതി. ഇവിടെ x3 x5 x3 x5 നമ്മൾ എടുത്താൽ മതി. then ഇങ്ങനെ എടുത്താൽ മതി. നോക്കിയോ, x3 x5 ഒരു സെക്കൻഡ്.
കുഞ്ഞുങ്ങൾ നോക്കി ഇങ്ങനെ തന്നെയാണേ. അതായത് ഇവര് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ആൻസർ ചെയ്തപ്പോൾ കിട്ടിയില്ല, കിട്ടി. ഇവിടെ നോക്കി, അതായത് മൂന്നാമത്തെ ബ്രൈറ്റ് ഒരു 700 നാനോമീറ്റർ ലൈറ്റ് വെച്ചിട്ട് ഇന്റർഫറൻസ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ച് എവിടെയാണോ ഒബ്റ്റെയിൻ ചെയ്തത് ആ ബ്രൈറ്റ് ഫ്രിഞ്ച് ഒബ്റ്റെയിൻ ചെയ്തെടുത്ത് തന്നെ വേറൊരു പെർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ലൈറ്റ് വേവിന്റെ ഇന്റർഫറൻസ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ അതിന്റെ അഞ്ചാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ച് ആ ഒരു സെയിം പോയിന്റിൽ വരണം, കോയിൻസൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് എന്തായിരിക്കും എന്നുള്ളതാണ്, ആ പെർട്ടിക്കുലർ വേവ് ലെങ്ത് എന്തായിരിക്കും. അതായത് 700 നാനോമീറ്റർ ലൈറ്റിന്റെ തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ചും ഈ പറഞ്ഞ പുതിയ, അതായത് വേവ് ലെങ്ത് അറിയാത്ത ലൈറ്റ് വേവിന്റെ അഞ്ചാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചും എന്താണ്, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യണം. അത് ഇന്നലെ ചെയ്ത പോലെ തന്നെ കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതായത് ഇങ്ങനെ എഴുതാം നമുക്ക്, ഇവിടത്തെ x3യും ഇവിടത്തെ x5 ഈക്വൽ ആവണം. അപ്പൊ ഇത് n ലാംഡ d ഡിവൈഡഡ് ബൈ d ആണ്. ഇവിടെ m ലാംഡ d ഡിവൈഡഡ് ബൈ ലാംഡ ഡാഷ് എന്ന് കൊടുക്കാൻ വേറെ വേവ് ലെങ്ത് ആണ്, ഡിവൈഡഡ് ബൈ d ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ n3 ഇവിടുത്തെ വേവ് ലെങ്ത് വന്നിട്ടുണ്ടല്ലോ, 3 into 700 അല്ലേ, 700 into 10⁻⁻⁹ dd പോയി, ഇതും പോയി, ഈക്വൽ ടു ഇത് 5 ആണ്, 5 into ലാംഡ ഡാഷ്. ഇതൊന്ന് കണ്ടുപിടിച്ചാൽ മതി, 3 into 700 into 10⁻⁹ ഡിവൈഡഡ് ബൈ 5. ഇത് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത്രയായിരിക്കും ആൻസർ. 420 ആണ് വരുന്നത്. ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യിപ്പിക്കാമേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാം. നിങ്ങൾ ചെയ്തോ, ഞാനും ചെയ്ത് നോക്കിയില്ല, ഞാൻ ചെയ്ത് നോക്കട്ടെ. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ തരാം. വാട്ട് ഷുഡ് അതിന്റെ കൂടെ അതിന്റെ രണ്ട് പാർട്ട് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ന്യൂമറിക്കൽ, പക്ഷെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൂടെ ചേർത്ത് തരാം. ഇൻ ഡിഫ്രാക്ഷൻ due to a single slit the phase difference between light waves phase difference between light waves reaching a point on the screen is 5 pi. Explain whether a bright or a dark fringe will be formed at the point. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. what should the width A of
each slit of each slit okay, what should be the width of a to obtain 8 maxima of two double slit patterns bracket slit separation D within the central maximum of single slit pattern. ഞാൻ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോട്ടെ. ആ ക്വസ്റ്റ്യൻ ഒരു എന്തോ ഒരു ചെക്ക് ചെയ്തോ. ക്വസ്റ്റ്യൻ ചോദിച്ചതിനകത്തൊരു കുഞ്ഞുങ്ങളെ ഇത് ഞാൻ അടുത്ത ദിവസം ചെയ്തു തരാം. അതിനകത്ത് ക്വസ്റ്റ്യന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ നോക്കിയിട്ടുമില്ല, ഞാനൊന്ന് നോക്കട്ടെ. ഈ ക്വസ്റ്റ്യനകത്ത് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നത്. ഇനി രണ്ടാമത്തേത് ഇത് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഞാൻ തൽക്കാലം ഇന്നത്തെ ഇങ്ങനെ നിർത്തുകയാണ്.